വസ്തു വിൽപ്പനശാലയിൽ ഗാന്ധിയെ വാങ്ങാൻ ഗോഡ്സെ. ഹേറാം ഒരുവിട്ട് ഗാന്ധി വടിയൂന്നി നിൽക്കാൻ ശ്രമിച്ചു. ഗാന്ധി ഭക്തനായ വിൽപ്പനക്കാരൻ ചോദിച്ചു, തുളകൾ വീണ ഈ ശരീരം നിങ്ങൾക്ക് എന്തിനാണ്? ഓർമ്മകൾക്ക് തീപിടിപ്പിക്കാൻ അനുയോജ്യമായത് ഇതുതന്നെയാണ്. എനിക്കിത് വേണം. എടുക്കേണ്ട, എടുത്തു തരാം. തുളകളിൽ നിന്ന് അപ്പോഴും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ആരെയും വേദനിപ്പിക്കാവുന്ന ഒരു പേര് കാണുന്നുണ്ടല്ലോ. അല്ലല്ല, അത് ഞാനല്ല, ഞാൻ ശുഭ തന്നെയാ. BP ഇല്ല, ഉയിർത്തെഴുന്നേൽപ്പ്. ചെറിയൊരു നോവായിരുന്നു. പിന്നീടത് അസഹനീയമാം വിധം ചൊറിഞ്ഞുപൊട്ടി. ചില സമയങ്ങളിൽ സൂചി തുളച്ചു കയറുന്ന വേദനയായി. ഒരു ചെറു കണ്ണോളം വലുപ്പമുള്ള പഴുപ്പിൻ്റെ കൂർത്ത നോട്ടത്തിൽ നീറിപ്പിടുകയാണ്. പോകെ പോകെ അത് വാ പിളർന്നിരിക്കുന്ന വലിയ ഗർത്തമായി. ദുർഗന്ധം വമിച്ച ജീർണത എന്നെയും എൻ്റെ ആത്മാവിനെയും പൊതിഞ്ഞു. അതിപ്പോൾ എൻ്റെ അസ്തിത്വത്തെ കഴുത്തു ഞെരിക്കുന്നു, മനസ്സിനെ ചുട്ടുകൊല്ലുന്നു. വൈകിയെങ്കിലും തിരിച്ചറിവിൻ്റെ ശേഷിപ്പുകൾ ഉണർന്ന ഒരു നിമിഷം ഞാൻ ഒരു ശബ്ദ സന്ദേശം അയച്ചു. ഞാൻ നിന്നോട് ക്ഷമിച്ചു, നീ എന്നോടും ക്ഷമിക്കണേ. എത്ര പെട്ടെന്നാണ് മരിച്ചുപോയ രണ്ടാളുകൾ ഉയിർത്തെഴുന്നേറ്റത്. വായിച്ച കവിതയും പെട്ടെന്ന് അവിടേക്കാണ് നമ്മളെ കൊണ്ടുചെല്ലാൻ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു സംഭവം, നിസ്സാരമായി തുടങ്ങിയൊരു സംഗതി, അതിങ്ങനെ പഴുത്ത് ജീവിതത്തെ ആകെ ഗ്രസിക്കുന്ന വിധത്തിലേക്ക് അവസാനം വേദന മാത്രമായി തീരുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചേക്കാം. ആ സംഭവിച്ചിരുന്ന ഈ കവിത നന്നായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനം തരുന്ന വിധത്തിലാണ് എൻഡ് ചെയ്യുന്നത്. എല്ലാ എൻഡും അങ്ങനെ സമാധാനപൂർണ്ണം ആവണം എന്നില്ല. എന്നാലും ഈ കവിത അത് നന്നായി പറഞ്ഞു. മരണത്തിലെത്തി. സ്നേഹശൂന്യത എന്ന് പറഞ്ഞാൽ മരണമല്ലാതെ മറ്റൊന്നുമല്ല. അതിൽ നിന്ന് 2 പേർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു മനോഹരമായ ജീവിത മുഹൂർത്തത്തിലെത്തിയിട്ടാണ് ഈ കവിത നിൽക്കുന്നത്. ജീവിതത്തിൽ അത്തരത്തിലുള്ള മനോഹര മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് പ്രചോദകമേകുന്നൊരു കവിതയാണത്. ജീവിതത്തിൽ ഒരുപാട് മുറിവുകൾ അനുഭവിച്ച ഒരാളാണ് ശുഭലക്ഷ്മി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ആ എഴുത്തിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ഒരു തീവ്രവേദന ഈ കവിതയ്ക്കകത്ത് വരുന്നുമുണ്ട്. എന്നാലും ചില വരികൾ എഴുതുമ്പോഴുള്ള ഒരു കാര്യം കൂടി ഞാനൊന്ന് പറയാം. അതിപ്പോൾ എൻ്റെ അസ്തിത്വത്തിൻ്റെ കഴുത്ത് ഞെരിക്കുന്നു. അപ്പോൾ അത് ടോപ്പായി. പിന്നെ മനസ്സിനെ ചുട്ടുകൊല്ലുന്നുള്ളൊരു പ്രയോജനം യാതൊരു ശക്തിയില്ല. അത് വേണ്ടതിനും അത് വിട്ടുകളയാം. അങ്ങനെയുള്ള ഒരു കാര്യമാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് വന്നത്. ജീവിതത്തെ തൊടുന്നു എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ഒരു കവിതയാണത്. നമ്മുടെ ഇപ്പോഴത്തെ സാഹിത്യകാരികൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ വരികൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പൊതുവായിട്ട് പറയാം, ഇപ്പം എന്നെ ആകർഷിച്ച കവിത ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്. കാരണം വിചിന്തനങ്ങൾ, ഒരുപാട് ചിന്തകൾ, വിചിന്തനങ്ങൾ നമുക്ക് കവിതയിൽ നിന്ന് കിട്ടണം. അല്ലാതെ നമ്മൾ ഒരു നോവ് അല്ലെങ്കിൽ ഒരു കാര്യം ബിംബങ്ങളില്ലാതെ ഒറ്റൊരു ബിംബത്തിൽ ഒതുക്കാന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായിട്ടാണ് തോന്നൽ. കാരണം കവിത എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തിൽ പറയാന്നുള്ള ഒരു ഇതുമാണ്. കഥ പോലെ നീട്ടിപ്പരുത്തേണ്ടതില്ല കവിത.
ഇതിൽ കവിത ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു വിഷയം മാത്രം, അതായത് ഒരുപാട് സ്നേഹിച്ച ആൾക്കാർ ഒരു ചെറിയ പണക്കത്തിൽ ആത്മസംഘർഷം അനുഭവിക്കുകയാണ്. പിന്നെ ഒരു ക്ഷമാപണം കൊണ്ട് അവർ വീണ്ടും പ്രണയത്തെ കെട്ടിപ്പിടിക്കുകയാണ്, അതായത് പുണർന്ന് നിൽക്കുകയാണെന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ കൊടുക്കുന്നത്. കവിത വിജയിച്ചോന്ന് ചോദിച്ചാൽ ഓക്കെ, ഈ തലത്തിൽ വിജയിച്ചെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കവിത എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമൂഹത്തോട് പറയാൻ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കവിയായിരിക്കുക എന്ന് പറയുന്നത് ഒരു കയ്യിൽ പേനയും ചിലപ്പം നെഞ്ചിൽ വെടിയുണ്ടയും ഏൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നേക്കാം. അതൊരു ചുമ്മാതുള്ള ഭാഷണമല്ല, അത്ര മാത്രം എന്താ പറയുക, മനുഷ്യരുടെ ഹൃദയങ്ങൾ കെട്ടുപോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ധർമ്മം എന്താണോ അതിനനുസരിച്ചിട്ടും കൂടി കുറച്ച് കാര്യങ്ങൾ കവിതയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇഷ്ടമായി. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. ഈ കവിത തരുന്നത് ഒരു വലിയ ജീവിത ദർശനമാണ്. നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. ക്ഷമിച്ചു എന്ന് പറയുന്ന ഒരു വാക്കിൽ ഒരു ജീവിതം ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഇന്ന് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് വേർപിരിയലുകളും ആത്മഹത്യകളും ആണ്. അത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകൾക്ക് ഇടയിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ്? ഈഗോ ക്രാഷാണ്. അതായത് പരസ്പരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാതെ തങ്ങൾക്കിടയിലുള്ള ജീവിതങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് വേർപിരിഞ്ഞു പോകുന്ന, അതായത് കുഞ്ഞുങ്ങളുടെ കണ്ണുനീരൊന്നും അവർ കാണുന്നില്ല. അച്ഛനും അമ്മയും ഈ എത്ര പേരാണ് അങ്ങനെ വേർപിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു വിട്ടുവീഴ്ച കൊണ്ട്, ഒരു ക്ഷമിക്കുക എന്ന ഒരു പദം കൊണ്ട് ഒരു ജീവിതം, ഒരാളുടെ ജീവിതമല്ല, 2 പേരുടെ ജീവിതമല്ല, കുറേ അധികം പേരുടെ ജീവിതം വീണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ, ആ ഒരു സന്ദേശം ഈ കവിതയ്ക്ക് നൽകാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല ഒരു കവിത തന്നെയാണ്. എല്ലാവരും ഞാൻ ശരിയെന്നും മറ്റുള്ളവർ തെറ്റാണെന്നും പറയുന്ന കാലമാണ്. എൻ്റെ ശരികൾ ഉയർത്തി കാണിക്കുകയും മറ്റുള്ളവരുടെ തെറ്റുകൾ തപ്പിയെടുക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ തെറ്റുണ്ട്, നിൻ്റെയും തെറ്റുണ്ട്, നമുക്ക് പരസ്പരം ക്ഷമിക്കാമെന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ മാത്രമല്ല, ഒരു സമൂഹത്തിൽ തന്നെ ജീവിക്കണമെങ്കിൽ ഏറ്റവും നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇന്ന് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഇന്നത്തെ കുട്ടികളെല്ലാവരും എനിക്ക് തോന്നുന്നത് സ്വയം ശരിയാണെന്ന് അഭിമാനിക്കുകയും തൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ തന്നോട് ഏറ്റവും ഇഴുകിച്ചേർന്ന ആൾക്കാരുടെ തെറ്റുകളിലേക്ക് മാത്രം വിരൽ ചൂണ്ടി എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ തിരസ്കരിക്കാം എന്ന് ഉള്ള കാര്യങ്ങൾ നെയ്തെടുക്കുകയാണ്. എങ്ങനെ പറ്റണമെന്ന് എനിക്കറിയില്ല. നമ്മൾ താല്പര്യമില്ലാത്തതിനെ ഒഴിവാക്കാൻ വേണ്ടി കുറേ കാരണങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ച് അങ്ങ് ഒഴിവാക്കുക. അവിടെയാണ് ഈ കവിതയുടെ അവസാന വരികളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പഠിച്ച പാഠം ഈ കവിതയിൽ കണ്ടു. മലയാള ഭാഷയിലെ ഏറ്റവും മനോഹരമായൊരു വാക്ക് നമ്മൾ മാറ്റി കളഞ്ഞതാണ് ഈ പറഞ്ഞത് അടക്കം, അനുരഞ്ജനം എന്നുള്ളത്. മനുഷ്യബന്ധങ്ങളിലെ മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ് ഈ കവിത പറയുന്നത്. അതായത് ചെറിയൊരു നോവായി തുടങ്ങുന്ന ഒരു കാര്യം വലിയൊരു പഴുപ്പിൻ്റെ രീതിയിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെ അവിടെ നിന്ന് വളർന്നു വലുതാതെ ഒരിക്കലും അത് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്യുന്ന പ്രശ്നമാണ് മനുഷ്യബന്ധങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്നത്. അതായത് സുഹൃത്തുക്കളുടെ ഇടയിലായാലും അയൽവാസികളുടെ ഇടയിലായാലും പ്രണയബദ്ധരുടെ ഇടയിലായാലും വിവാഹ ജീവിതത്തിലായാലും ഇത് നിരന്തരം കണ്ടുവരുന്നതാണ്. ഒരു നിസ്സാര ഒരു കാര്യത്തിൻ്റെ പേരിൽ കലഹിച്ചു തുടങ്ങിക്കഴിഞ്ഞിട്ട് അതൊരു വിവാഹമോചനത്തിലേക്ക് വരെ എത്തിച്ചേരപ്പെടുന്ന മനുഷ്യബന്ധങ്ങളെ വലിയ വിള്ളലുകൾ വീഴ്ത്തുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ കവിയത്രി തന്നെ ഇതിനൊരു പോംവഴിയും ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണെങ്കിലുള്ള അതിൻ്റെ പോംവഴിയാണ് എത്ര പെട്ടെന്ന് ഞാൻ നിന്നോട് ക്ഷമിച്ചു, നീ എന്നോടും ക്ഷമിക്കണേ എന്നുള്ള ഒരൊറ്റ വാക്കിൽ അതിനുള്ള പ്രശ്നപരിഹാരം വരികയും ചെയ്യുന്നു. ആ പ്രശ്നപരിഹാരം കൂടി കവിയത്രയിൽ പറഞ്ഞു വരുന്നു. ആ ഒരൊറ്റ ക്ഷമയിലൂടെ, മറ്റുള്ളവരെ കരുതലിലൂടെ, മനസ്സിലാക്കലിലൂടെ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിലേക്ക് തിരിച്ചു വരാമെന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് പ്രശ്നപരിഹാരം നൽകിക്കൊണ്ട് കവിത അവസാനിപ്പിക്കുന്ന വളരെ ആശയസമ്പുഷ്ടമായിട്ടുള്ള കവിത എന്ന് പറയാം.
പൂർത്തിയായോ? ആയോ? ആയെങ്കിൽ ആ കവിത എഴുതാൻ അഭിപ്രായം പറയണ്ടേ? വേണ്ടേ? ആ, ഇത് അഭിപ്രായങ്ങളുണ്ടോ? ഇല്ല. എന്താ ആൾക്കാർ പേടിച്ചുണ്ടെങ്കിൽ അപ്പം ഞാൻ സൗരേഷ്ക്ക് മറുപടി പറയും. എല്ലാവരുടെ അടുത്തു നിന്നും നല്ല അഭിപ്രായമാണ് കിട്ടിയത്. പിന്നെ പ്രമോദ് മാഷിനോട് പറഞ്ഞു ഒന്നും കൂടെ അത് ചുരുക്കി ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഒഴിവാക്കി ഒന്ന് ഒതുക്കാമായിരുന്നു എന്ന് തീർച്ചയായിട്ടും അതിന് ശ്രമിക്കും. പിന്നെ രാവണി മാഷ് പറഞ്ഞു ഒരു ഇതിന് ഏറ്റവും ഉയർച്ചയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഒന്ന് താഴ്ത്തി പറയുന്ന രീതി വേണ്ട. അതും ഞാൻ സ്വീകരിച്ചു. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് ഏതാണ് തെറ്റ്, ഏതാണ് ശരി, അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളിലൂടെയാണ് കവിത കടന്നു പോകുക. അപ്പോൾ ആ അഭിപ്രായങ്ങളൊക്കെ തന്നെ നമ്മൾ സ്വീകരിച്ചിട്ട് അതിനെ ഒരു മാറ്റം വരുത്താൻ തയ്യാറാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. നമ്മുടെ ഓരോ നോവുകളും കുഞ്ഞു കുഞ്ഞു നോവുകൾ വലുതായി ഒരു ജീവിതത്തിൽ വലുതായി തീരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ഭയങ്കരമാണ്, തീവ്രമാണ്. അത് നമുക്ക് ഒന്നോ രണ്ടോ വാക്കിലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കവിതയിലൊന്നും അതിനെ അടക്കം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അങ്ങനെ അല്ലാതെ നമുക്ക് വേറൊരു ഈ ഒരു ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥ ഇങ്ങനെ ഒരു മാധ്യമം ഉണ്ടായത്, ഒരു എഴുത്ത് നമ്മുടെ ഇതിന്ന് നമ്മുടെ തീർച്ചയായും രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഇത് രണ്ടും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷമ എന്ന് പറയുന്ന ഈ വാക്ക് നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാരുടെ വരെ മനസ്സിലുണ്ടായാൽ അത് നമ്മളെ കൂടുതൽ ജീവിതം മനോഹരമാക്കും. അതിപ്പോൾ സുഹൃത്തുക്കളാവട്ടെ അല്ലെങ്കിൽ തന്നെ പിന്നെ വൈവാഹിക ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് ഡിവോഴ്സ് എന്നുള്ള പ്രശ്നങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്ന് രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ രണ്ട് സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും പശുകൾ തീർച്ചയായിട്ടും അത് ഒരു ക്ഷമ എന്ന രണ്ടുപേർക്കും അറിയാവുന്ന രണ്ടുപേരുടെ സംസ്കാരത്തിലും ഉണ്ടാകുന്ന ആ ക്ഷമ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം മനോഹരമായി പോകും എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് ഒരു സ്നേഹം എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ്. സ്നേഹം, പരസ്പര സ്നേഹവും സഹകരണവും സഹവർത്തിത്വവും, ഇതാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്ക് അതുകൊണ്ടാണ് അവസാനത്തേക്ക് ഒരു പര്യവസാനം എന്ന രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. പേരും അത് തന്നെയാണ്, പേരും ശുഭ തന്നെയാണ്. അതാണല്ലേ ഉദ്ദേശിച്ചത്, പേരും ശുഭ തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ കവിത ദേശദേശാന്തരങ്ങളിൽ ഞാൻ സഞ്ചരിക്കുകയാണ്. ആശ പറ്റിയ കവിതകളുടെ വീർപ്പുതേടലുകളിൽ നിഷേധത്തിൻ്റെ നിഷേധമായി ഞാനും ഉറയ്ക്കുന്നു. ഏതാണെൻ്റെ ദേശം, ഏതാണെൻ്റെ ഭാഷ? ദേശത്തിനും ഭാഷയ്ക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി മാനവികതയുടെ ഉണർത്തുപാട്ടുകളെ ഞാൻ കൃത്തിലേറ്റുന്നു. എൻ്റെ കവിത മനുഷ്യത്വമാണ്, പ്രകൃതിയാണ്, ജീവിതമാണ്. അടരാടുവാനുറച്ച പോരാട്ട വീര്യമാണ്, തളരാതെ ഉറപ്പിക്കുന്ന നിലപാടുകളാണ്. എൻ്റെ കവിതയെക്കുറിച്ചുള്ള കവിത ആണ് നിലപാട്, ജീവിതം എന്താണെന്നുള്ളത്. ഈ കവിതയുടെ ഒരു മർമ്മം എന്ന് പറയുന്നത് ഏതാണ് എൻ്റെ ദേശം, ഏതാണ് എൻ്റെ ഭാഷ. ഇത് രണ്ടും ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ കാലാവസ്ഥയിൽ ഒരു ഗംഭീരമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന അധിനിവേശത്തിൻ്റെ ഈ കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ചോദ്യമാണ്. മഹാത്മാഗാന്ധിയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഭാവി എന്തായി തീരുമെന്ന് ഉത്കണ്ഠ മഹാത്മാഗാന്ധി പ്രകടിപ്പിച്ചപ്പോൾ മാതൃരാജ്യമില്ലാത്തവരാണ് നിങ്ങൾ എന്ന അംബേദ്കറിൻ്റെ മറുപടിയുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് വരെ എത്തുന്ന കവിതയാണ് ദേശത്ത്.
ദേശനഷ്ടങ്ങളെയും ഭാഷാനഷ്ടങ്ങളെയും ഉള്ളൊരു കാലത്തെക്കുറിച്ച് നോക്കേണ്ടതാണ് വളരെ ലളിതമായ ഈ ചെറിയ കവിത. മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു കവിതയായിട്ടാണ് എനിക്ക് ഇന്ന് ജിയേട്ടൻ്റെ ഈ കവിതയെ അനുഭവിക്കുന്നത്. ഈ ഭാഷയെ നമ്മുടെ ഈ ഭാഷ ഒരു നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഭാഷയോട് ഒരു ഹെജുമണി ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. നമ്മൾ ഏകഭാഷയിലേക്കൊക്കെ ഏകഭാഷയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ആ ബഹുസ്വരതയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ബഹുസ്വരത നഷ്ടപ്പെടുന്ന സമയത്ത് അതിലുള്ള പ്രതിഷേധമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വൈവിധ്യങ്ങളുടെ ഒരു രാജ്യമാണ്. അപ്പോൾ അത് നമ്മളെ ഈ ഏകശിലാരൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആ ബഹു എന്നുള്ള സംഭവം നഷ്ടപ്പെടുകയാണ്. അതിൽ വലിയ ആശങ്കകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്കായിട്ടുള്ളത്. അത് ലോകത്തിലെവിടെയും നമ്മൾ കണ്ടാൽ അത്തരം ആശങ്കകൾ ഉണ്ടാകുമ്പോൾ അത് എഴുത്തിലൂടെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് കവിതയുടെ ഭംഗി. ഇപ്പോൾ താജ്മഹൽ എന്ന് പറയുന്ന കവിതയുണ്ട് നമ്മുടെ ഇവിടെ കോഴിക്കോട് എന്നുള്ള താജ്മഹൽ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ ഈ കവിതകൾ ശരിക്കും കുറേ കൂടി കാലത്തോട് സംവദിക്കുമ്പോഴാണ് കവിത ഏറ്റവും രുചിയുള്ളതായിട്ട് മാറുന്നത് എന്നുള്ളത്. അർത്ഥത്തിൽ ജിയേട്ടൻ്റെ കവിത വളരെ സൂക്ഷ്മതലത്തിൽ വളരെ ഗംഭീരമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. കവിത എന്താണ് എന്ന് ഞാൻ ചിന്തിക്കുന്ന പോലത്തെ കവിതകളാണിത്. കാരണം ആത്മാവുണ്ട് എന്ന് ഞാൻ പറയും. അക്ഷരങ്ങൾക്കപ്പുറം ആത്മാവുള്ള കവിതയാണ്. ഇന്നത്തെ സാഹചര്യമായി വളരെ നല്ല രീതിയിൽ കോർത്തിണക്കി. നമുക്കറിയാം നാനാതത്വത്തിൽ ഏകത്വം, അതാണ് നമ്മുടെ ഒരിത്. പക്ഷേ ഇന്ന് നടപാടുന്നത് അങ്ങനെയല്ലെന്ന് വ്യക്തമായിട്ട് അറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു എഴുത്തുകാരൻ അവനവനിൽ നിന്ന് ഉയർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കാൻ സമയം കണ്ടെത്തും വരെ അവനോട് നീതി ചെയ്യുന്നില്ല, അവൻ്റെ എഴുത്തിനോട് നീതി ചെയ്യുന്നില്ല. അവനവനിലേക്ക് മാത്രം ഒതുങ്ങാതെ അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രവണത ഫസ്റ്റ് നമ്മുടെ ഒരു പോരായ്മകളിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ശക്തി ആർജിക്കണം. ഒരു കഥയായാലും കവിതയായാലും ഒരു പേനയൊന്നുന്നവൻ എന്നാണ് എൻ്റെ ഒരിത്. ആ തലത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കേട്ടതിൽ രണ്ടാമത്തെ കവിത അതിമനോഹരമായി ഗംഭീരമായിട്ട് ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തിൽ എഴുതിയിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയിട്ട് ദേശത്തിനും ഭാഷയ്ക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി മാനവികതയുടെ ഉണർത്തുപാട്ടുകളെ ഞാൻ ഹൃദയത്തിലേറ്റുന്നു. എത്ര നന്നായിട്ടാണ് എനിക്ക് പേരറിയാത്തതുകൊണ്ടാണ് ഞാൻ സാർ എന്നൊക്കെ പറയുന്നത്. അതിന് ക്ഷമിക്കണം. സാറിനറിയാം, ഞാൻ ഒരു പ്രിൻസിപ്പളിൻ്റെ ഭാര്യയാണ്. അപ്പം എന്നെ മാഡം വിളിക്കുന്ന പോലെ ഞാൻ അവരെയും അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ മാറ്റും. അപ്പം അത്ര നന്നായിട്ട് വളരെ നന്നായിട്ട് സൂക്ഷ്മമായിട്ട് എഴുതിയ നമ്മുടെ ചിന്തകളെ ഉണർത്തുന്ന നമ്മളെന്താണ് ഒരു കവി എന്തായിരിക്കണം ഈ കാലഘട്ടത്തിൽ എന്ന് സൂചിപ്പിക്കുന്നതായ ഒരു കവിതയാണ് എൻ്റെ കവിത. മനുഷ്യത്വമാണ്, പ്രകൃതിയാണ്, ജീവിതമാണ്. ഞാനെന്നാൽ എന്താണ്? ഞാനൊരു വ്യക്തിയല്ല, ഒരു സമൂഹം, അതിലൂടെ ഒരു രാഷ്ട്രമാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന നല്ലൊരു കവിത എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവിധ അത്രയ്ക്കും മനസ്സ് തുറന്ന് പറയുകയാണ്. എനിക്കിഷ്ടമായി. അടരാനുറച്ചു പോരാട്ട വീര്യമാണ്, തളരാതെ ഉറപ്പിക്കുന്ന നിലപാടുകളാണ് എൻ്റെ നിലപാടുകളാണ് എന്നെ നയിക്കുന്നതും കൂടി ഈ കവിത ഉദ്ഘോഷിക്കുന്നു. സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തമായ ഭാഷയിൽ തൻ്റെ നിലപാടുകളെ വിശദമാക്കിയ കവിതയാണ്. കുറച്ച് വരികളേ ഉള്ളൂ എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിരുകൾ മനുഷ്യൻ നിശ്ചയിക്കുന്നതാണ്. രാഷ്ട്രത്തിൻ്റേതായാലും മതത്തിൻ്റേതായാലും ഭാഷയുടേതായാലും അതിരുകൾ മനുഷ്യൻ നിശ്ചയിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് മാനവികതയുടെ ഒരു തലത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കുന്ന കവിതയായി തോന്നി. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് സംശയമായിട്ട് തോന്നിയുള്ളൂ. നിഷേധത്തിൻ്റെ നിഷേധമായി ഞാനും ഉറയ്ക്കുന്നു. നിഷേധത്തിൻ്റെ നിഷേധം എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് വേറൊരു തലത്തിലേക്കില്ല വരിക. വാക്കിൻ്റെ അർത്ഥം എടുക്കുമ്പോൾ
നിഷേധത്തിൻ്റെ നിഷേധം എന്ന് പറയുമ്പോൾ അത് ശരിയായ അർത്ഥത്തിലേക്ക് വരുമോ എന്നുള്ളൊരു സംശയം മാത്രമേ. സമയത്തിന് പ്രശ്നമുള്ളതുകൊണ്ടാണ്. എനിക്കറിയാം ഈ വിഷയം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറയണം തോന്നും. എന്നാലും ഇതിൻ്റെ 2 കവിത കൂടിയുണ്ട്. 10 മണിക്ക് ഒരു വരുന്നതിന് മുമ്പ് സുധീഷ് കുമാർ സഖാവിൻ്റെ ഒരു പോസ്റ്റർ കവിതയുണ്ട്, നമ്മുടെ വിനോദിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ച് വന്ന് നമ്മളിവിടെ ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മളിവിടെ എഴുതാൻ നന്നായി. അന്നേരം നമ്മൾ കാര്യമില്ലാവുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് കൺസൾട്ട് ചെയ്യണം. വളരെ സന്തോഷം. കവിത സംവദിക്കുന്നു എന്നത് വളരെ സന്തോഷമാണ്. യഥാർത്ഥം നമ്മുടെ ഇന്നലെ വൈകുന്നേരം എഴുതിയ ഒരു കുറിപ്പാണ്. കവിതയുടെ ദേശാന്തരങ്ങൾ നമ്മുടെ വിഷയമായിരുന്നു ഇന്നലെ. നമ്മളെല്ലാവരും 3 ദിവസമായിട്ട് ക്യാമ്പിൽ വന്ന് കൂടി ശൂന്യമായി, ഒരുപക്ഷെ ശൂന്യമായി വന്ന് നിറച്ചു പോകുന്ന ആളുകളുടെ എണ്ണമോ ബാഹുല്യമോ ഒന്നുമല്ല. ഇവിടുന്ന് പോകുമ്പോൾ നാം എന്ത് നേടി എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതിലൂടെ അതൊരു ചെറിയ കവിത കൂടി ഉണ്ടായിരുന്നു. ചേച്ചി ചോദിച്ച നിഷേധത്തിൻ്റെ നിഷേധം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദ കാഴ്ചപ്പാടുകൾ തന്നെയാണ്. നിഷേധിക്കപ്പെടുന്നതിന് നിഷേധിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ കാഴ്ചപ്പാട്. നമ്മളെ നിഷേധിക്കുന്നതിന് ആ നിഷേധങ്ങളെയാണ് നാം നിഷേധിക്കുന്നത്. അത് എതിരുകളോടുള്ള പോരാട്ടമാണ്. എതിരുകളോടുള്ള അത് തീർച്ചയായിട്ടും സ്വീകരിക്കാവുന്നതാണ്. 2 ഒന്ന് തന്നെയാണ്. കാരണം നിഷേധം മനുഷ്യന് ഒരുപാട് നിഷേധങ്ങളില്ല. മനുഷ്യനെ നിഷേധിക്കുമ്പോഴെല്ലാം അതിൽ ഉൾപ്പെട്ടു പോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരു വാക്കുകൂടി സൂചിപ്പിക്കുന്നത്, ഇവിടുന്ന് പോകുമ്പോൾ ഇത് കുഞ്ഞു വരികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ശിഷ്ടം എന്താണ് അത് ഒന്ന് വായിക്കണം. കാരണം എന്താണ് ശിഷ്ടം? വിശിഷ്ടാന്തരം, വി ബ്രാക്കറ്റിലാണ്. വൈദ്യുതാധിഷ്ഠിത ഭൗതികവാദ കാഴ്ചപ്പാടാണ്. ബ്രാക്കറ്റിലാണ് ശിഷ്ടാന്തരം. നമ്മൾ കാലഗണിത പരീക്ഷകളെ ഒന്നിച്ചെതിരിട്ടു. കെമിസ്ട്രിയും ബയോളജിയിലും തിയറിയിലും പ്രാക്ടിക്കലിലും 100-ൽ 100 വിജയം. മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം. സാഹിത്യ സാംസ്കാരിക ചരിത്രങ്ങൾ ഗവേഷണ പ്രബന്ധങ്ങളാക്കപ്പെട്ടു. മാത്തമാറ്റിക്സിൽ ഫുൾ A+ കിട്ടിയില്ല എങ്കിലും കൂട്ടിയും കുടിച്ചും ഹരിച്ചും ശിഷ്ടമാകുന്നതിൻ്റെ കഷ്ടപ്പാട് മാത്രം. ഉത്തരം ശൂന്യമല്ലാത്തതാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് നിർത്തി നമ്മൾ ഭക്ഷണം കഴിച്ചു വരിക. പരമാവധി വേഗത്തിൽ കഴിച്ചു വന്നാൽ നമുക്ക് 2 കവിതകൾ വായിക്കാം. പിന്നെ കവിത വായിക്കുന്ന സമയമില്ല. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയി വരും കേട്ടോ.